ഒരു കാലത്ത് ചരിത്രം പാടിപ്പുകഴ്ത്തിയ വിപ്ലവകാരിയുടെ പേര് ഇന്ന് ചരിത്രത്തിൽ നിന്ന് മാച്ചുകളയപ്പെടുന്നു. അതേ മധ്യപ്രദേശിലെ പ്രമുഖ സർവകലാശാലയായ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ വിദേശത്തിരുന്ന് ഇന്ത്യക്ക് വേണ്ടി പൊരുതിയ ധീരദേശാഭിമാനിയുടെ പേര് മാറ്റി പകരം വാഗ്ദേവി ഭോജ്പാൽ സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്യുവാനാണ് കേട്ടോ പുതിയ തീരുമാനം. ഇത് കേവലം പേരുമാറ്റം മാത്രമോ, അതോ ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള രാഷ്ട്രീയ അജണ്ടയോ? സത്യത്തിൽ ആരാണ് ബർക്കത്തുള്ള? ഇന്ത്യൻ ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള പങ്കെന്താണ്? പരിശോധിക്കാം വിശദമായി. 1854 ജൂലൈ 7 ഭോപ്പാലാണ് കേട്ടോ മൗലാന ബർക്കത്തുള്ള ജനിക്കുന്നത്. ലണ്ടനിൽ അധ്യാപകനായിരിക്കെയാണ് അദ്ദേഹം ഇന്ത്യൻ വിപ്ലവകാരികളുമായി ബന്ധപ്പെടുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ കാരണം പിന്നീട് US അദ്ദേഹത്തിന് മാറേണ്ടി വരുന്നു. 1915 കാബൂളിൽ വെച്ച് രാജാ മഹേന്ദ്ര പ്രതാപിനൊപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് ഇൻ എക്സൈൽ അഥവാ പ്രവാസി സർക്കാർ രൂപീകരിക്കുന്നത് ബർക്കത്തുള്ള തന്നെയാണ്. ജപ്പാൻ, ജർമ്മനി, റഷ്യ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ലോകമെമ്പാടും സഞ്ചരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം വിദേശത്ത് വലിയൊരു പടയൊരുക്കം തന്നെയാണ് നടത്തിയത്. 1988 ഭോപ്പാൽ സർവകലാശാലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നത്. വൈകിയാണെങ്കിലും അതൊരു വലിയ ആദരവ് തന്നെയായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് പേര് മാറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഭോപ്പാലിന്റെ ചരിത്രപരമായ പൈതൃകം തിരികെ കൊണ്ടുവരാനാണ് ഈ മാറ്റമെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് കേട്ടോ ഇപ്പോൾ ഉയരുന്നത്. മുസ്ലിം പേരുകളും സാംസ്കാരിക ചിഹ്നങ്ങളും ബോധപൂർവം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. മാത്രവുമല്ല കേട്ടോ, യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന അക്കാദമിക പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഭരണകൂടം ഇത്തരം പേരുമാറ്റ രാഷ്ട്രീയം കളിക്കുന്നതെന്ന വിമർശനവും മറ്റൊരു വശത്തു കൂടി ശക്തമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം സ്വാതന്ത്ര്യ സമരത്തിന് അനിവാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പോരാളിയായിരുന്നു മൗലാന ബർക്കത്തുള്ള. ആ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നതാണോ പുതിയ ഈ പേരുമാറ്റം എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരവും.